തീ നിൽക്കണില്ല, വീണ്ടും മുന്നോട്ട് തീ പോയി കൊടുക്കുക. എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാ പ്രവർത്തനവും നടത്തുന്നുണ്ട്. കിട്ടി അത്രേ ഉള്ളൂ. ഇത് രക്ഷല്ല ഇത്. പക്ഷെ വിലക്ക് പിടിച്ചിട്ട് കിട്ടില്ല. ഒന്നാമത് തുണി സാധനങ്ങളും പിന്നെ ഫുള്ള് ഗ്ലാസ് ആണല്ലോ. ഗ്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ല, ഫുള്ള് പോകാൻ പോയി. അപ്പോൾ സ്റ്റാഫിനൊക്കെ ഇറക്കി നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ ഇരുത്തി ഓല അങ്ങോട്ട് കയറ്റി ഒക്കെ ആക്കി ചെയ്ത്. പിന്നെ അപ്പോൾ ഇതിന് ഇവിടെ തീ ഭയങ്കര ഇങ്ങോട്ട് വരാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫയർ എഞ്ചിൻ വന്നത്. അതെ, തീ ഉണ്ടായി 20 മിനിറ്റ് ശേഷമാണ് ഫയർ എഞ്ചിൻ വന്നത്. ഞാനിങ്ങനെ പോവായിരുന്നു, അപ്പോഴാണ് ഇവിടെ തീ പിടിച്ചത്. ഇപ്പോഴിതുവരെ അതിനൊരു കിട്ടിയിട്ടില്ല. എത്ര യൂണിറ്റ് വന്നാലും 10 യൂണിറ്റ് വന്നാലും കത്തി തീരൂല. അത്രയുണ്ട് കൊണ്ടൊക്കെ ഇരിക്കല്ലേ. ഒരു മണിക്കൂറായില്ല ഇപ്പൊ ഇങ്ങനെ, മണിക്കൂറിലേറായി. എന്തോ 1 മണിക്കൂറിലേറായി തീ പിടിച്ചിട്ട്. അതിന്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടൊക്കെയാണ്. ഈ ഗ്ലാസൊക്കെ അടർന്ന് വീഴുന്നതും പ്രശ്നമല്ലേ. പിന്നെ ജനങ്ങളെല്ലാവരും സഹകരിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അകത്തുനിന്ന് ജീവനക്കാരി ആളുകളൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് മാറ്റിയിരുന്നു. നമ്മുടെ വന്നിരുന്നു. ഇപ്പോൾ 3-4 ആളുകൾ ഇവിടുത്തെ സ്റ്റാഫുകളോട് വന്ന് നോക്കിയിരുന്നു. ഓർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്ന് നോക്കി അങ്ങോട്ട് പോയിന്നല്ലാതെ. ആൾക്കാർ രക്ഷപ്പെട്ടതാണ് മഹാഭാഗ്യം. അതെ, ഏറ്റവും വലിയ കുറെ ആൾക്കാർ അതിനോട് കഴിച്ചിലായി പോയിരിക്കുന്നത്. അപ്പോൾ അവരുടെ വരുന്ന എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട്. അതിലാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്താന്നുള്ളത് അതിനുള്ളിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇവിടുത്തെ സ്റ്റാഫുകൾ വന്ന് നോക്കി പോയതാണ്. എന്തോ സ്റ്റാഫുകൾ ഇവിടെ വന്ന് നോക്കി പോയതാണ്. പിന്നെ പോയി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് ഇങ്ങനെ കത്തല്ലേ ഇത്. തന്നെയാണ് സ്ഥിതി. ഏതായാലും ഫയർഫോഴ്സിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം അവരുടെ ആളുകളൊക്കെ പരമാവധി സഹകരിച്ചുകൊണ്ട് ഈ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ യാതൊരു നിർവാഹവുമില്ല. തീ കൂടുതലായി ആളി കത്തിക്കൊണ്ടേയിരിക്കുകയാണ്.